ഈ വീട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് സെറ്റ് ചെയ്തൊരു വീടാണ്. പക്ഷെ ഇതിനകത്തുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ഇത്രയും വർക്ക് നമുക്കിവിടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവർ ഇതിനകത്ത് എലിവേഷൻ ചെയ്യാൻ നമ്മളതിനെ സമീപിച്ചിരിക്കുന്നത്. കാരണം ഈ ഓൾറെഡി ഈ നിൽക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ പറയുന്ന എഫക്റ്റൊക്കെ ഇതേപോലെ തന്നെ വേണം, എന്നാൽ ഇവർക്ക് അധികം പൊളിച്ച് കളയാനും പറ്റില്ല. ഒരവസ്ഥയിലായിരുന്നു ഈ പറയുന്നൊരു വീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയിരുന്നത്. കാരണം ഓൾറെഡി ഉള്ള ഷെയ്ഡും, കാരണം ഇതൊരു എന്താ പറയുക, ഒരു പുതിയ വെല്ലുവിളിയാണ്. കാരണം ഓൾറെഡി ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ ഇതിനകത്തുള്ള ഒരു എലിവേഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കോൺക്രീറ്റ് ചെയ്യാനുള്ള രീതിയിലെല്ലാം അടിച്ച് വെച്ചിരിക്കുന്നു. കാരണം ഇത്രയും രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിനകത്ത് അഡീഷണൽ നമുക്ക് വർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്ലാനാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. ഇതൊരു സിറ്റ് ഔട്ട്, കയറി വരുമ്പോൾ ഒരു ലിവിങ്, ആ വരുന്ന ലിവിംഗ് നിന്നാണ് നമ്മളൊരു സ്റ്റെയർ കേസും ഡൈനിങ്ങും ആ ഏരിയയിൽ തന്നെ വരുന്നത്. അവിടെ നിന്ന് ഒരു കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു വെന്റിലേഷൻ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അത് ഓൾറെഡി ഈ ചെയ്തിരിക്കുന്നത് നമുക്ക് നന്നാക്കി എടുക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം, അതിൻ്റെ ഒരു ടോയ്ലറ്റ്, കിച്ചൺ സെൻറ്ററിൽ നമുക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നൊരു ബെഡ്റൂം, ഈ ഡൈനിങ് ഈ ഏരിയ തന്നെയാണ് നമ്മളൊരു പൂജയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം കഴിഞ്ഞൊരു ടോയ്ലറ്റ്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിച്ചൺ നമുക്കൊരു വർക്ക് ഏരിയ. ഇത്രയും സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 112 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ. ഇത് ഏതാണ്ട് വിഡ്ത്ത് കുറവ് തന്നെയാണ്. ഇതിന് 11 മീറ്ററാണ് ടോട്ടൽ ഈ വീടിന് വിഡ്ത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ 84.31 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഈ സ്റ്റെയർ കേസ് കയറി വന്ന ഒരു ഹോള്, ഈ ഹാളിൽ നിന്നാണ് നമ്മൾ അപ്പർ ലിവിങ് കിടക്കുന്നുണ്ട്. ഒരു ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ പിന്നിലോട്ട് വരുമ്പോൾ ഒരു ബെഡ്റൂം, അതിനകത്ത് ഒരു ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ ഹാളിൽ നിന്ന് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വന്നു, ഇതിനകത്ത് ടോയ്ലറ്റ്. ഈ പ്ലാനിൽ നമ്മൾ ചെയ്തുകൊണ്ട് ഓൾറെഡി ഈ നിൽക്കുന്ന പ്ലാനിൽ തന്നെ നിർത്തിയിട്ട് ഏതാണ്ടൊരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് കഴിയുന്നൊരവസ്ഥയിലാണ് നമ്മൾ ഇതിനകത്തുള്ള എലിവേഷൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ എലിവേഷൻ നിങ്ങൾക്ക് പിന്നാലെ കാണാൻ പറ്റും.